എൻ്റെ പടം വരച്ചാണ്. പുറകിലൊരു എലിപ്പട്ടിയൊക്കെ ഉണ്ട്. അതുപോലെ അതിൻ്റെ ഇടയിൽ വന്ന കമൻറ്റ് അവൾക്ക് അങ്ങനെ വേണം, അവൾ അങ്ങനെയാണ്. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് എന്നെപ്പറ്റി എന്തറിഞ്ഞിട്ടാണ്? ആ നാക്ക് പിന്നെയും എടുത്ത് വെളിയിലോട്ട് എടുത്താണ്ടോ? ഇതൊക്കെയാ പറയുന്നത് അപരാധങ്ങൾ. അത് സബ്സ്ക്രിപ്ഷൻ ഇടാൻ കാരണം പൈസ കിട്ടുന്നോണ്ടാ. ഒറ്റ ലക്ഷ്യം പൈസയാ. ഈ പൈസ കൊടുത്തിട്ട് ഇത് കണ്ട് ആസ്വദിച്ചിട്ട് പിന്നെ അത് ലീക്കാക്കുന്നത് ഒരുമാതിരി തന്തയില്ലായ്മയാ. അതൊരു തെണ്ടിത്തരാണ്. രേണുസുധിയുടെ ഒരു വീഡിയോ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. 2 ദിവസം അങ്ങാണ്ടായി ആ ഒരു വീഡിയോ പുള്ളിക്കാരത്തി പോസ്റ്റ് ചെയ്തിട്ട്. ഭയങ്കര ഇമോഷണലി ഭയങ്കര എന്താ പറയണ്ടേ, ഡൗൺ ആയിട്ടായിരുന്നു ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താണ് ആ വീഡിയോ എന്ന് കാണാം. എപ്പോഴും രേണുവിനെ പറ്റിയിട്ട് കുറ്റം മാത്രമല്ല നമ്മൾ പറയുന്നത്. ആദ്യത്തെ ഒരു വീഡിയോയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ട് തുടങ്ങാം. രേണുസുധിയാണ്. ഞാൻ അങ്ങനെ ഒരു വീഡിയോസ് കണ്ടാലും അധികം പ്രതികരിക്കാത്തതാണ്. ഇന്ന് വേറൊരു വീഡിയോ ഞാനിന്ന് കാണിച്ചു. എൻ്റെ പടം വരച്ചാണ്. പുറകിലൊരു എലിപ്പട്ടിയൊക്കെ ഉണ്ട്. അതുപോലെ അതിൻ്റെ ഇടയിൽ വന്ന കമൻറ്റ് അവൾക്ക് അങ്ങനെ വേണം, അവൾ അങ്ങനെയാണ്. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് എന്നെപ്പറ്റി എന്തറിഞ്ഞിട്ടാണ്? ഈ നെഗറ്റീവ് പറയുന്ന ആർക്കും എന്നെ അറിയില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ പുള്ളിക്കാരത്തി ചെയ്യുന്ന കുറേ പരിപാടി ഉണ്ടല്ലോ, നെഗറ്റീവ് പബ്ലിസിറ്റി, കുറേ അപരാധങ്ങൾ. അതിനെയൊക്കെ നമുക്ക് വിമർശിക്കാം, കളിയാക്കാം. പക്ഷേ ഇവരെ ബോഡി ഷെയ്മിങ് ചെയ്യുന്നതിനകത്തോട്ട് എനിക്ക് പേഴ്സണലി വലിയ യോജിപ്പില്ല. ഉള്ള കാര്യമാണ് പറയുന്നത്. കാര്യം ഞാൻ ഇന്നേ ഇവരെ അങ്ങനെ ചെയ്തിട്ടില്ല. അത് തെറ്റ് തന്നെയാണ്. അത് ഇവരുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇനിയിപ്പം ഇത് പറഞ്ഞെന്ന് വെച്ചിട്ട് ഇനി ആൾക്കാർ എന്നെ ഒന്ന് തെറി വിളിക്കാനായിട്ട് നിൽക്കണ്ട. അയ്യോ നീ വീണ്ടും മറുകണ്ട ചാടിയോ, അങ്ങനെയൊന്നും അല്ല. അത് ശരിയല്ല എന്നേ പറയത്തുള്ളൂ. നമുക്കൊക്കെ ഒരു രൂപം തന്നിട്ടുണ്ട്. ആ ഒരു രൂപത്തിന് നാളെ ഇനി എന്ത് സംഭവിക്കുമെന്ന് പോലും നമുക്കറിയത്തില്ല. അപ്പം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഒരാളെ വന്നിരുന്ന് ബോഡി ഷെയിം ചെയ്യുന്നതിനകത്തോട്ട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. ഞാനത് ചെയ്യത്തുമില്ല. ഇത് അവരുടെ ഫേസ് കണ്ടിട്ട് അവർ ജെന്യുവനായിട്ട് അവർ സംസാരിക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത്രയും നാൾ സംസാരിച്ചതെന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല. മൊത്തം കള്ളത്തരങ്ങളാന്തായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇതിനകത്ത് അവർക്ക് ഒരു ഇന്നസെൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ എന്ത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്, ഞാനിപ്പോൾ ഏത് അവസ്ഥയിലാണ് പോകുന്നത്, അല്ലെങ്കിൽ എന്താണെന്നൊന്നും അറിയില്ല. വെറുതെ കളിയാക്കാൻ എല്ലാവർക്കും ഭയങ്കര മിടുക്കാണ്. എന്നെ നേരിട്ട് കണ്ട ആരും എന്തായാലും ഞാൻ എലിയാണെന്നോ പല്ലിയാണെന്നോ ഒന്നും പറയാറില്ല. ഇത് ശംഖു ശ്രീജിത്ത് എന്ന് പറയുന്നൊരു പെയ്ഡ് ആർട്ടിസ്റ്റാണ്. ഇതാണ് അയാളുടെ പ്രൊഫൈല്. കലയെന്ന് പറയുന്നത് മറ്റുള്ളവരെ കുത്തി നോവിക്കാനുള്ളതല്ല. അത് സത്യമാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ വരച്ചിട്ട് കളിയാക്കാനായിട്ട് നിൽക്കണ്ട. അതിപ്പോൾ ഓരോ ആൾക്കാർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരേപോലെ എടുക്കണമെന്നില്ല. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരുപാട് ഡൗൺ ആവുന്ന കുറേ ആൾക്കാർ കാണുമായിരിക്കും. അതുകൊണ്ട് ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അക്കാര്യം രേണുവിനെ സംബന്ധിച്ച് ഇതല്ല, ഇതിൻ്റെ അപ്പുറം ചെയ്യാനുള്ള സാധനങ്ങളുണ്ട്. എന്തിനാ നാക്കിട്ട് കറക്കുന്ന സാധനം ഉണ്ടല്ലോ, വേണം അതൊക്കെ എടുത്ത് വെച്ച് വരച്ച് വെച്ചാൽ. കാര്യം അത് ഇവരായിട്ട് തന്നെ കാണിച്ച പരിപാടി തന്നെയാണ്. അങ്ങനെയൊക്കെ കളിയാക്കുന്നതിനകത്ത് കുഴപ്പമില്ല. പക്ഷെ നേരെ മറിച്ച് ഒരാളെ കംപ്ലീറ്റ്ലി ബോഡി ഷെയിം ചെയ്യുന്നതിനകത്തോട്ട് നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? എനിവേ, നിങ്ങളൊരു നല്ല കലാകാരനാണെങ്കിൽ ഇങ്ങനെയല്ല, മനുഷ്യരെ കുത്തി നോവിച്ചുകൊണ്ടല്ല കല ചെയ്യേണ്ടത് എന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു. നമ്മളൊക്കെ പല കലാകാരന്മാരെ കണ്ടിട്ടുണ്ട്. ഇറ്റ്സ് ബാഡ്. ഇത് ഭയങ്കര ബാഡായിപ്പോയി. സോ ഓക്കെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പം ഇതായിരുന്നു ആ ഒരു വീഡിയോ. ഇതിനകത്ത് ഞാൻ കംപ്ലീറ്റ്ലി രേണുസുധിയെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു. കാര്യം അവർ പറയുന്നതിനകത്ത് ന്യായമാണ്. നമ്മൾ ആരെയും ബോഡി ഷെയിം ചെയ്യേണ്ട ആവശ്യം ഇവിടെ ഇല്ല. അതുകൊണ്ട് കഴിവതും അത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇനി രേണുവിൻ്റെ റീല് നമുക്ക് കാണാം. ശ്രദ്ധിച്ചു നോക്ക്. ആ നാക്ക് പിന്നെയും എടുത്ത് വെളിയിലോട്ട് എടുത്താണ്ടോ? ഇതൊക്കെയാണ് പറയുന്നത് അപരാധങ്ങൾ. ഇതിനൊക്കെ നിങ്ങൾ എടുത്തു വെച്ച് റിയാക്ട് ചെയ്തോ, എടുത്തു വെച്ച് സംസാരിച്ചോ? ഇവരെന്തിനാണ് പിന്നെ അങ്ങനെ കാണിക്കുന്നത്? ഇപ്പോഴും ചുണ്ട് പൊട്ടിയിട്ടൊന്നും അല്ല, കാണിക്കുവാണ്. കാര്യം അങ്ങനെ കാണിച്ചു കഴിഞ്ഞാലേ റീച്ച് കിട്ടത്തുള്ളൂ എന്ന് ഈ ഒരു സ്ത്രീക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇവരിങ്ങനെയുള്ള പരിപാടികൾ നിർത്താനും പോകുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിനകത്തോട്ട് നമുക്ക് വിമർശിക്കാൻ പറ്റും. അല്ലാതെ അനാവശ്യമായിട്ട് ഇവരുടെ ശരീരത്തെ ബോഡി ഷെയിം ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള പരിപാടികളിനകത്തോട്ട് അത് ശരിയല്ല. കാര്യം കളിയാക്കുന്നവരും ഈ പറയുന്ന അങ്ങ് എല്ലാം തികഞ്ഞ ആൾക്കാരാണോ? ഒരിക്കലും അല്ല. എന്തായാലും രേണു ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നുണ്ടോ എന്തോ ചെകുത്താൻ. രേണുസുധി ഇപ്പോൾ സുന്ദരിയായല്ലോ. രേണുസുധി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ സൗന്ദര്യം എന്ന് പറയുന്ന ഒരു സാധനത്തിനകത്തല്ല ഇവിടെ ഇമ്പോർട്ടൻസ് കാണിക്കണം. നിങ്ങൾ സോഷ്യൽ മീഡിയ കാണിക്കുന്ന പ്രവൃത്തി എന്താണ്? നിങ്ങൾ ആദ്യം സ്വന്തമായിട്ട് നന്നാവുക, അതിനുശേഷം നിങ്ങൾ ബാക്കിയുള്ളവരെ നന്നാക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്യും തോറും നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇനിയിപ്പം ഇതിൻ്റെ പേരും പറഞ്ഞിട്ട് ബാക്കിയുള്ളവർ ഞങ്ങളെ തെറി പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർക്ക് എന്തും കാണിക്കാം. നമ്മളൊക്കെ പ്രതികരിക്കുമ്പോഴാണ് പ്രശ്നം. കൊള്ളാം. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. എന്തായാലും രേണു ഇതേപോലെയാണ്
ഓരോ റീൽസുകളും എടുക്കുന്നത് ഈ സീറ്റ് ബെൽറ്റ് പിടിച്ച് ഇട്ടതാണെന്നുള്ള രീതിയിൽ ആദ്യമേ ഒരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എത്രത്തോളം എക്സ്പോസ് ചെയ്യാവോ അങ്ങ് അത്രത്തോളം എക്സ്പോസ് ചെയ്തത്. എന്നിട്ട് അതിൻ്റെ ന്യായീകരണമാണ് ഈ പറയുന്ന ബെൽറ്റ് പിടിച്ചിട്ടതാണ്, അത് ആൾക്കാർ കണ്ടതിൻ്റെ പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ. ഇനി നാക്ക് വെച്ചിട്ട് ഇങ്ങനെ കാണിച്ച സമയത്തും രേണു പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ചുണ്ട് മുറിഞ്ഞിട്ടാണ് എന്ന്. ഇനി ഇപ്പം നാക്കെടുത്ത് ഇങ്ങനെ കാണിച്ചത് മേ ബി ഇനി നാളെ വേറെ എന്തെങ്കിലും ന്യായമായിട്ടായിരിക്കും വരുന്നത്. കാര്യം ആ സ്ത്രീ അങ്ങനെയാണ്, ഇവർക്ക് ഇങ്ങനെയൊക്കെ പറ്റും. ഇനി ഇവരെ ന്യായീകരിച്ചുകൊണ്ടൊക്കെ കുറച്ച് ആൾക്കാരുണ്ട്. ഇവരുടെ സബ്സ്ക്രിപ്ഷൻ എടുത്ത് വെളിയിലിട്ടത് തന്തയില്ലായ്മയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ മഹാന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഇവർക്ക് അപരാധം കാണിക്കുകയെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുത്ത് വെളിയിലിടുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ സാമാനം ഈ ഇതിന് വേണ്ടിയിട്ടാണോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഇങ്ങനെ കാണിച്ച് പൈസ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇല്ല, ആൾക്കാരെ യഥാർത്ഥത്തിൽ പറ്റിക്കുമല്ലേ? അതെ, പറ്റിയതാണ്. പൈസ ഇത് സംഭവം എനിക്ക് തോന്നുന്നത് അറിയോ, പൈസ ചെലവാക്കാൻ എങ്ങനെ ചെലവാക്കണം നടക്കുന്നവന്മാര് ചെയ്യുന്നതാണേ. പൈസയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുത്തൻ, അവന്റെ ഇപ്പൊ സുഖി ഓടുന്ന ഒരുത്തൻ, അവന്റെ ജീവിതത്തിന്റെ കഷ്ടപ്പാട് അവനറിയാം. അവൻ സുഖി ഓടി വൈകുന്നേരം വന്നിട്ട് ഇവൻ 399 രൂപ കൊടുക്കാൻ പോവോ, ആ 399 രൂപ സേവ് ചെയ്യുവോ? ഇതെനിക്ക് തോന്നുന്നു പൈസ കൊടുക്കുന്നവന്മാരാണ് ഏറ്റവും വലിയ മണ്ടന്മാർ. എന്തുവാ അതിനകത്ത് ഇത്ര പോലെ കാണാനായിട്ട് ഇരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ആൾക്കാരുടെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഈ പറയുന്ന ആൾക്കാർ മുതലെടുക്കുവാണ്, ഇത്രയേ ഉള്ളൂ. അതിനാണ് ഈ നാക്കൊക്കെ ഇട്ട് ഇങ്ങനെ കറക്കി കൊടുക്കുന്നത്, അവരെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. പൈസയുടെ ഒരുമാതിരി കുത്തലാ. പക്ഷെ ഞാൻ പറയട്ടെ, അപ്പോഴും എന്റെ സംശയം, ഇത്ര ലൈംഗിക ദാരിദ്ര്യമാണോ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ? ഇതും കണ്ടാൽ മാത്രമാണോ ഇത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്? കാരണം അത്രയും 100ഓളം സൈറ്റുകൾ അവൈലബിൾ ആണ്. ഏത് വേണം, എല്ലാ വെറൈറ്റി വിദേശ പര്യടനം അടക്കം നടത്താനുള്ള സാധ്യതകളും ഓപ്ഷനും ഉള്ള സമയത്താണ് ഇതുപോലെ തുമ്പും പാലും കണ്ട്. അത് വളരെ സത്യമാണ്. കാര്യം ചില ആൾക്കാർക്ക് അങ്ങനെയൊക്കെ കണ്ടാൽ മതിയല്ലോ. അതാണ്, ഓരോരുത്തർക്കും ഓരോ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ടേസ്റ്റ് അല്ലേ. അപ്പം ഇതിനൊക്കെ എന്ത് ആസ്വാദനം, ഇപ്പം രേണു പറയുന്നുണ്ട് ആസ്വദിക്കുവാണ്, ആസ്വദിച്ചതിന് ശേഷമാണ് വെളിയിടുന്നത്. എന്തും ഇതിനകത്ത് ആസ്വദിക്കാനുള്ളത്? അത് കാണുമ്പോഴത്തേക്ക് ഛർദ്ദിക്കാനാണ് വരുന്നത്. നിങ്ങൾ നാക്കിട്ട് കാണിക്കുന്ന എന്തുവാണെന്ന് നിങ്ങൾക്ക് പോലും മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്നിട്ട് അതിനെയൊക്കെ വന്നിരുന്ന് അങ്ങ് വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതങ്ങ് കഴിവതും അങ്ങ് നിർത്തി. ഇനിയെങ്കിലും പല ആൾക്കാരും മടുത്തു തുടങ്ങി. റീച്ച് കുറയുമ്പോഴത്തേക്ക് പിന്നെയും എന്തെങ്കിലുമൊക്കെ തരികിടകളായിട്ട് ഇറങ്ങിക്കോളും. ഇതൊരു അപകടകരമാണോ? തീർച്ചയായും. അല്ലെങ്കിൽ ഈ പറയുന്നത്, ഞാനൊരു പർട്ടിക്കുലർ വ്യക്തി, അത് അവരുടെ പേഴ്സണൽ ഇഷ്ടമാണ്. പക്ഷെ അതിൽ അവർ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവർ പൈസ കൊടുത്ത് മാത്രം കാണേണ്ട ആൾക്കാർക്ക് കാണേണ്ട കണ്ടന്റ് ലീക്ക് ആവുന്നുണ്ട്. ഇതെങ്ങനെ ലീക്ക് ആവുന്നത്? അതാ പറയുന്നത്, ഇത് ലീക്ക് ചെയ്യുന്ന സെലിബ്രിറ്റീസിൻ്റെ എല്ലാം ലീക്ക് ആവും. ഇതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പേഴ്സണലി ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കുന്നുണ്ടെങ്കിൽ കൺഫേം ആയിട്ട് എടുത്ത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യും, അതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യും. അത് പണ്ട് തൊട്ടേ ഉള്ള ഒരു സംഭവമാണ്. ഇതിപ്പം ലീക്ക് ആക്കിയെന്ന് വെച്ചൊരു മഹാ അപരാധമൊന്നും അല്ല. ഇത് ലീക്ക് ആയതിൻ്റെ പേരിലാണ് ഇവരുടെ തനിക്കുണം എന്താണെന്ന് ജനങ്ങൾ മനസ്സിലായത്. അല്ലെങ്കിൽ ഇപ്പോഴും അയ്യോ വിധവയായിട്ടുള്ള സ്ത്രീ 2 മക്കൾക്ക് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നത്, അങ്ങനൊരു മൈൻഡ് സെറ്റിൽ ഇപ്പോഴും പല ആൾക്കാരും നടക്കും. അതുകൊണ്ട് ഇത്തരത്തിലൊക്കെ ഉള്ള ആൾക്കാരെ എടുത്തു വെച്ച് എക്സ്പോസ് ചെയ്യുക, ജനങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ ലീക്ക് ആക്കിയത് ഒരു വലിയൊരു അപരാധമാണെന്നുള്ള രീതിയിൽ വന്നിരുന്ന് സംസാരിക്കരുത്. ഇത് യഥാർത്ഥത്തിൽ മോശമാണ്. സത്യത്തിൽ ഒരു പൈസ കൊടുത്തിട്ട് കാണാൻ വേണ്ടിയാണ് അവരിടുന്നത്. അങ്ങനെ എല്ലാവർക്കും കാണാം. എന്ത് മോശം ലീക്ക് ആക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു മോശമല്ല. കാര്യം ഇവർക്ക് എന്തും തോന്നിയ ദിവസം കാണിക്കാവോ? അപ്പോൾ സബ്സ്ക്രിപ്ഷനകത്ത് ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കുന്നത് മോശമല്ലേ? ഇവർക്കൊരു നാണമില്ലാതെ ഇങ്ങനെയുള്ള രീതി കാണിക്കുന്നുണ്ടെങ്കിൽ അത് ബാക്കിയുള്ളവർക്ക് എടുത്ത് വെച്ച് ലീക്ക് ആക്കുന്നതിനകത്ത് യാതൊരു വിഷയവുമില്ല. വേണ്ടിയിട്ടാണ് അവർക്ക് പബ്ലിക്കായിട്ട് ഇടാം അല്ലേ? ഉദാഹരണം പറയാം, ഇപ്പം അയ്യോ പബ്ലിക്കിൽ ഇടാൻ പറ്റാത്ത സാധനം അതിൻ്റെ പേരിലല്ലേ അവർ പ്രൈവറ്റിൽ കൊണ്ടുവന്നിടുന്നത്. പബ്ലിക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്കിലുണ്ടല്ലോ ഇത്ര വലിയ ഇതാവുമോ? ലീക്കാക്കേണ്ട ആവശ്യമുണ്ടോ? പബ്ലിക്കിൽ ഇട്ട് കഴിഞ്ഞാൽ ജനങ്ങൾ അത് ഏത് കണ്ണിലായിരിക്കും എടുക്കുന്നതെന്ന് വ്യക്തമായിട്ടുള്ള ധാരണ അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവരതിടാത്തത്. 1 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിക്ക് പൈസ കിട്ടത്തില്ലെങ്കിൽ അതിൻ്റെ അകത്ത് കിട്ടാത്ത ഒരു വീഡിയോ, അത് സബ്സ്ക്രിപ്ഷൻ ഇടാൻ കാരണം പൈസ കിട്ടുന്നോണ്ടാ. ഒറ്റ ലക്ഷ്യം പൈസയാ. പക്ഷെ അത് 4 ആള് പബ്ലിക്കായിട്ട് ചർച്ച ചെയ്യരുത്, കാണരുത് എന്നും കൂടെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കുമല്ലോ എക്സ്ക്ലൂസീവ് ആയിട്ട് ഇടുന്നത്. അപ്പോഴും എങ്കിൽ പിന്നെ നിങ്ങളൊന്നും വന്നിരുന്ന് ഇവിടെ ചർച്ച ചെയ്യരുത്, മിണ്ടാതങ്ങ് ഇരിക്കണം. കണ്ടിട്ട് അവരെന്ത് വേണമെങ്കിലും ചെയ്യട്ടെ എന്നങ്ങ് പറയണം. ഇത് കാണുകയും വേണം, ഇതിനെ പറ്റിയിട്ട് 2 വാക്ക് പറയുകയും വേണം, റീച്ചും കിട്ടണം. ഇതെല്ലാം കൂടെ നടക്കുന്ന പരിപാടിയൊന്നും അല്ല. നമ്മുടെ ഈ പറയുന്ന ഇത് ലൈവ് പുറത്ത് വിട്ട സമയത്ത് മനുവിൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്താ? ഇവരുടെ ഒരു റിയൽ ഫേസ് എന്താണെന്ന് ആൾക്കാരറിയണം. ഇവർ ചെയ്യുന്ന അപരാധമാണെന്ന് മനസ്സിലാക്കണം. ഇവരല്ലേ പറയുന്നത് മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുവാണ്, മറ്റേയാണ് മറിച്ചയാണെന്ന്. രേണു നമുക്ക് തന്നേക്കുന്ന ഒരു പിക്ചർ എന്തുവാ സമൂഹത്തിൽ? ഒരുപാട് കഷ്ടപ്പെടുന്നു, ഭർത്താവ് മരിച്ചതിന് ശേഷം ജീവിക്കാൻ വേണ്ടി നേരെ ഒരു ജോലിയില്ല, എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് മക്കളെ വളർത്തണം. ആ ഒരു പിക്ചറാണ് രേണു ഇവിടെ തന്നിട്ടുള്ളത്. രേണു തന്നെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ആർക്കെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റൂ? എങ്ങനെ ഈ സുധിയുടെ വീട്ടുകാർക്ക് ഉൾക്കൊള്ളാൻ പറ്റൂ? ഈ പൈസ കൊടുത്തിട്ട് ഇത് കണ്ട് ആസ്വദിച്ചിട്ട്
പിന്നെ അത് ലീക്ക് ആക്കുന്നത് ഒരുമാതിരി തന്തയില്ലായ്മയാ. അതൊരു തെണ്ടിത്തരമാണ്. ആണ്. ആണ് തീർച്ചയായും. അല്ല, അതിനകത്ത് വേറെ നീയും ഇതെല്ലാം വന്ന് കണ്ടിട്ട് ഇങ്ങനെ അനാവശ്യമായിട്ട് ഇപ്പോൾ ഈ പറയുന്ന ആ ഒരു പെങ്കൊച്ചിനെ സൈഡിൽ പിടിച്ചിരുത്തിയിട്ട് ഇത് പിന്നെയും ചർച്ച ചെയ്യുന്നതിനകത്ത് തന്തയില്ലായ്മയില്ലേ? അത്ര തന്തയില്ലാത്ത പരിപാടിയാണ് ആൾക്കാർ ചെയ്തതെങ്കിൽ പിന്നെ നീ എന്തിനാ വന്നിരുന്നത് സംസാരിക്കാൻ നിൽക്കുന്നത്? എനിക്ക് മിണ്ടാതെ അങ്ങ് മാറി നിന്നാൽ പോരെ? നീയൊക്കെ എന്തെല്ലാം സാധനങ്ങളാണ് വന്നിരുന്ന ചർച്ച ചെയ്യുന്നത്? ഇടയ്ക്ക് വെച്ച് മനീഷയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, ഇപ്പോൾ കഴിഞ്ഞ ബിഗ് ബോസിനകത്തെ കണ്ടസ്റ്റൻറ്റ് പിടിച്ചിരുത്തി ചോദിച്ച ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടത്? ഞാൻ അടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്ത്രീക്ക് എന്തുമാത്രം മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അവർ ഓൾറെഡി അത് പറഞ്ഞത് ആ ഒരു ഇൻ്റർവ്യൂവിന് ശേഷം. അപ്പം പറയാൻ നിൽക്കുമ്പോഴത്തേക്കുണ്ടല്ലേ സ്വന്തമായിട്ട് പെർഫെക്റ്റ് ആണോ അളിയാ നീ ആദ്യം ചിന്തിക്കുക. അതിന് നിൻ്റെ ഒരു രീതി അനുസരിച്ച് എനിക്കറിയാവുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നീ ഒരു കാരണവശാലും ഈ ഒരു വിഷയത്തിന് അതോട് യോജിക്കത്തില്ല. കാര്യം അവർ ചെയ്ത പ്രവൃത്തി അങ്ങനെയുള്ളതാണ്. നിങ്ങൾ പറയാൻ നമുക്കില്ല. അതെ. രേണുസുതി പറയുന്നത് AI ആണോ? AI കണ്ടാൽ നമ്മളൊക്കെ അരിയാഹാരം തന്നെയല്ലേ കഴിക്കുന്നത്? രേണു എവിടെ പറഞ്ഞ AI ആണെന്ന്? രേണു എവിടെയും പറഞ്ഞിട്ടില്ല അത് AI ആണെന്ന്. അവർ നാക്കം കൊണ്ട് ഇങ്ങനെ കറക്കിയത് അവർ തന്നെയാണെന്ന് അവർ പറഞ്ഞിട്ടുള്ളത്. അവരുടെ ചുണ്ട് പൊട്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെയും വന്നിരുന്നാണ്ട് ഇതാ പറഞ്ഞത്, ഒരു വിഷയം ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് പോലും അതിനെപ്പറ്റി ബോധമില്ല, ചുമ്മാ വന്നിരുന്നങ്ങ് പറയുക. മനസ്സിലാവും അല്ലേ? AI കണ്ടാലും അല്ലാതെയും തിരിച്ചറിയാൻ നമുക്ക് പറ്റും. പക്ഷെ ഇതിൽ ഒരുപാട് പേര് ഈ ഒരു അപകടത്തിൽ പെടുന്നുണ്ടോ? തീർച്ചയായും. ഇവര് ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ട് ചിലവർ ഒരു ഫേമസ് ആയിട്ട്, എനിക്ക് ഒരു പക്ഷേ തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന സൈറ്റുകളിലൊക്കെ അറിയാത്ത ആൾക്കാരെയാണ് കാണുന്നത്. നമ്മൾക്ക് അറിയുന്ന ഒരു സെലിബ്രിറ്റിയുടെ എന്തെങ്കിലുമൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ത്വരയായിരിക്കാം ഒരു പക്ഷേ ആൾക്കാരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുന്നത്, അല്ലേ? ഇവര് മുതലെടുക്കുന്നത് അതാണ് സത്യത്തിൽ. ഇപ്പൊ സെലിബ്രിറ്റി ആകുമ്പം എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഹൻസികയുടെ ഒരു സാധനം ലീക്ക് ആയിട്ടുണ്ടായിരുന്നു, അതായത് അവരുടെ സബ്സ്ക്രിപ്ഷൻ. ആ വീഡിയോ അവർ ഇട്ടതിൻ്റെ ഉദ്ദേശം എന്താ? അവർ ഒറ്റ വീഡിയോ എന്തുമാത്രം ചർച്ച ചെയ്യപ്പെട്ടു, അതിനുശേഷം അവരുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം എത്രയായിരുന്നു അത് ആദ്യം മനസ്സിലാക്കി. പിന്നെ അതിനുശേഷം ഓടി നടന്ന് സ്ട്രൈക്ക് അടിക്കാനോ എടുക്കാനോ ഒക്കെയുള്ള പരിപാടിയായിരുന്നു അവർ നടത്തിക്കൊണ്ടിരുന്നത്. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ എന്ത് പറയണ്ടേ, ഇവർക്കൊക്കെ അറിയാം, അതായത് ഈ എന്താ പറയുക, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ കത്തും, അപ്പോൾ കുറച്ചുകൂടെ ഓഡിയൻസ് വന്ന് കാണും എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഹൻസികയെ സംബന്ധിച്ച് അത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നല്ല പൈസയുള്ള വീട്ടിലെ ഫാമിലിയാണ്, അത്യാവശ്യം നല്ല സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആൾക്കാരാണ്. അവരെ സംബന്ധിച്ച് ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല. സെലിബ്രിറ്റിയുടെ അല്ലേ, ഒന്നിക്കൽ രേണുസുതിയുടെ അല്ലേ, അല്ലെങ്കിൽ ഹൻസിക കൃഷ്ണയുടെ അല്ലേ, ഇതിനു വേണ്ടിയായിരിക്കും ഒരു പക്ഷെ കാണുന്നത്. ഇതിൽ പൈസ കൊടുക്കുന്നവരൊന്ന് ചിന്തിക്കണം കേട്ടോ. കളിയാക്കുന്നതും തെറി വിളിക്കുന്നതും എത്ര ലീക്ക് ആക്കിയെന്ന് പറഞ്ഞാലും അവരുണ്ടാക്കുന്നത് പൈസയാ. അതെ, നമ്മൾ ഈ എഴുത്ത് മാത്രമേ ഉള്ളൂ, എന്നാൽ കാര്യമായിട്ട് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അതെ, അവരുണ്ടാക്കുന്നത് പൈസയാണ്. എത്ര നാണം കെട്ടാലും പ്രശ്നമല്ല, കാശ് ഉണ്ടാക്കണം എന്ന് പറയുന്ന ഒരു ഇൻറ്റൻഷനിൽ നിൽക്കുന്ന ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇങ്ങനെ കാശുണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാനാണ്? ഇങ്ങനെയാണോ കാശുണ്ടാക്കേണ്ടത്? എത്രയോ മാർഗത്തിൽ ഞാൻ കുറച്ച് മുന്നേ ഞാൻ ചെയ്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഈ ഗംഗ മീനാക്ഷി എന്ന് പറയുന്നത്. അവരൊക്കെ ചെയ്യുന്ന കണ്ടു നോക്ക്, അവരൊക്കെ എത്ര നല്ല റീൽസും കാര്യങ്ങളൊക്കെയാണ് ഇടുന്നത്. ജനങ്ങളെ ചിരിപ്പിച്ചുകൊണ്ട് അവർ മാക്സിമം പൈസ ഉണ്ടാക്കുകയാണ്. ഇത് നേരെ ആൾക്കാരെ വെറുപ്പിച്ച് അപരാധം കാണിച്ചിട്ട് കാശുണ്ടാക്കുന്നത്. എന്തായാലും ഇത്രയേ ഉള്ളൂ നിലവിൽ സംഭവങ്ങൾ. ഇതിൽ കൂടുതൽ പറയാനായിട്ടൊന്നുമില്ല. ഇവർ നന്നാവാനും പോകുന്നില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.